നമസ്കാരം. കേരള വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 90 പേരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിൽ 33 പേരെ കുറ്റവിമുക്തരാക്കിയ VCയുടെ നടപടി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് റദ്ദാക്കിയതിനു പിന്നാലെയാണ് രാജി. തന്നോട് ഗവർണർ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്ന് VC ഡോക്ടർ PC ശശീന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്തെത്തിയ ഉടൻ VCയെ ഫോണിൽ വിളിച്ച ഗവർണർ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കി എന്ന് സമ്മതിച്ച് 4-5 വാചകങ്ങളിലുള്ള മറുപടി VC ഇമെയിൽ ചെയ്തു. CBI ജുഡീഷ്യൽ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ച സംഭവത്തിൽ ചിലരെ ഏകപക്ഷീയമായി കുറ്റവിമുക്തരാക്കാൻ VCക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഗവർണർ ചോദിച്ചു. ഉത്തരവ് റദ്ദാക്കാൻ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് VC 14-ന് ഇറക്കിയ ഉത്തരവ് റദ്ദാക്കി. പിന്നാലെ VC രാജിക്കത്ത് രാജ്ഭവനിലേക്ക് അയച്ചു. രാജി ഗവർണർ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പുനഃസ്ഥാപിച്ച് കോളേജ് ഡീൻ വിജ്ഞാപനമിറക്കി. സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാകുകയോ കുറ്റകൃത്യം മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത്. 31 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 90 പേരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ 2 പേരെ ഉൾപ്പെടെ 33 വിദ്യാർത്ഥികളെയാണ് VC തിരിച്ചെടുത്തത്. സസ്പെൻഷനിലായവരുടെ അപ്പീൽ നിയമോപദേശം തേടി ലോ ഓഫീസർക്ക് വിടേണ്ടതിന് പകരം സർവകലാശാലയുടെ ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBI ആരംഭിക്കാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ കുടുംബം. CBIക്ക് കേസ് കൈമാറിയുള്ള വിജ്ഞാപനം ഡയറക്ടർക്ക് ഈ മാസം 16-ന് അയച്ചതായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ പറഞ്ഞു. ഇനി നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചില്ല എന്നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ആരോപണം. നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യത്തിൽ സഹായം തേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ പിതാവ് T ജയപ്രകാശ് സന്ദർശിച്ചു. ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് CBIക്ക് ഫയൽ പോയിട്ടില്ലെന്ന് പിതാവ് പരാതിപ്പെട്ടതായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേസ് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം റഫർ ചെയ്യേണ്ടതായിരുന്നു. CBI അന്വേഷണത്തിന് മുൻപ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് എന്തിനെന്നും മന്ത്രി രാജീവ് ചോദിച്ചു. ഈ മാസം 9-നാണ് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കിയത്. സർക്കാർ അവകാശപ്പെടുന്നത് പോലെ കത്ത് അയച്ചത് 16-നാണെങ്കിൽ തന്നെ കാലതാമസം ഉണ്ടായി എന്ന വിമർശനം ഉയരുന്നുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുടുംബസമേതം സമരമിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ മാതാവ് MR ഷീബ പറഞ്ഞു. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിനു പിന്നിൽ സർക്കാർ ഇടപെടലാണെന്നും വീട്ടിലെത്തി സഹായം വാഗ്ദാനം ചെയ്ത VC വാക്കുമാറിയതിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചു. കേസിൽ CBI പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായാണ് വിവരം. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI ഡയറക്ടറാണ് കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക.